ശരിക്കും ആൾക്കാർക്ക് ഈ കുറേ അധികം ദിവസമായി ഈ ടെൻഷൻ കയറിയിട്ട് ഹൃദ്രോഗ വിദഗ്ധന്മാരെ കാണാൻ പോകേണ്ട അവസ്ഥയാവും ഇത്രയും ദിവസം. കാര്യം അത്രയും ടൈറ്റ് മത്സരം നടന്ന മണ്ഡലങ്ങളുണ്ട്, സ്ഥാനാർത്ഥികളുണ്ട്. കാരണം ഉറക്കം വരില്ല, പല പല പ്രശ്നങ്ങളാണ്. ഉറപ്പായി കിടക്കപ്പുറത്ത് വരാത്ത രീതിയിലുള്ള ഒരു മാസമായിരിക്കും. അത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, ഉറപ്പായി രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, സാധാരണക്കാർക്ക് നമുക്കൊക്കെ ഇതെന്താവും കിടക്കുക. മെയ് 4 എന്ന് പറഞ്ഞാൽ ഒരു മാസം കിടക്കുക. ഒരു മാസം ഇനി ഇതിന്റെ കണക്ക് കൂട്ടി ഇരിക്കണം. എസ് കെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഈ 2,41,42,952 അതിന്റെ ഇപ്പൊ എന്തായാലും ഇപ്പൊ 78% എങ്ങനെ പോയാലും 82% ഈ ശതമാനം എത്തും. അതിൽ 80% കൂട്ടിയാൽ തന്നെ അതിന്റെ 80% പറഞ്ഞാൽ 2,17,14,362 വോട്ടാണ്. എസ് കെ അതൊരു ഹ്യൂജ് വോട്ടർ ടേൺ ഔട്ടാണ്. അതിന് എണ്ണം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഹ്യൂജ് മാസീവ് വോട്ടർ ടേൺ ഔട്ട്. 2,17,00,000 ആളുകൾ പങ്കെടുത്ത ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് അമേസിംഗ് ആണ്. അത് മാസീവ് വോട്ടർ ടേൺ ഔട്ട് ആണ്. അപ്പോൾ അതെന്തായാലും ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു SIR മാത്രം ഫലമായി കാണേണ്ടത്. എസ് കെ ഒറ്റ കാര്യം പറയാൻ അവസാനിപ്പിക്കാം. ഇതുപോലെ ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തി. അതിന് കാരണമായി പറഞ്ഞത് SIR എന്നർത്ഥം ആദ്യം പറഞ്ഞു. പക്ഷെ അപ്പോഴും അവിടെ ഈ ബീഹാറിലെ പോളിംഗ് ശതമാനത്തിന്റെ വർധനവും ഈ പറഞ്ഞ വോട്ടർ ബിഹേവിയർ എന്നൊരു പഠനമുണ്ടായി. അതിൽ എസ് കെ അവിടെ ശരിയാണ്. അവിടെ ഈ പറഞ്ഞ SIR ഉണ്ടായിരുന്നു, ക്ലീൻഡ് വോട്ടർ പട്ടികയായിരുന്നു, പോളിംഗ് ശതമാനം കൂടി. പക്ഷേ അവിടുത്തെ വോട്ടർ ബിഹേവിയർ എന്തായിരുന്നു? സ്ത്രീകൾ 74%. സ്ത്രീകൾ പുരുഷന്മാരെ ഔട്ട് നമ്പർ ചെയ്ത് ധാരാളമായി ഇറങ്ങി വോട്ട് ചെയ്തു. എന്താണ് കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ അവിടുത്തെ സർക്കാർ തൊട്ടു മുമ്പ് നൽകിയ 10,000 രൂപ, അവർ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് നൽകിയ 10,000, നമ്മുടെ ഇവിടുത്തെ 10,000 അല്ല, ബീഹാറിലെ സ്ത്രീകളുടെ 10,000 രൂപ, അത് 1,00,000 മൂല്യം അവിടെയുണ്ട്. അതിന് ഉദ്ദിഷ്ടകാര്യത്തിൽ ഉപകാരസ്മരണ എന്നിറങ്ങി വോട്ട് ചെയ്ത് അതിപ്പോൾ വോട്ടിന് കൈക്കൂലി എന്നൊക്കെ പ്രതിപക്ഷം ആരോപിച്ചാലും അതുകൊണ്ടാണ് 74% സ്ത്രീകൾ ഇറങ്ങിയത് എന്നുള്ള കണക്കൂട്ടലുണ്ടായി. അതൊരു വോട്ടിംഗ് ബിഹേവിയർ ആയിരുന്നു. അതുപോലെ ഈ പറയുന്ന രീതിയിൽ ഇത് SIR ഇമ്പാക്ട് ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇത്ര വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുന്നത് അതൊരു വോട്ടിംഗ് ബിഹേവിയർ ആണ്. ആ വോട്ടിംഗ് ബിഹേവിയറിന് കാരണം ഒന്നുകിൽ ഭരണം മാറുക അല്ലെങ്കിൽ ഭരണം തുടരുക. എന്താണ് ഇത് രണ്ടിലൊന്നാണെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട സർക്കാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.